ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നബിദിനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയുന്നത് മദ്രസ കാലമാണ്. നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത കാലം അത് നമ്മുടെ കുട്ടിക്കാലമാണ്. മദ്രസയിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടത്തോടെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ദിവസം അത് നബിദിനമാണ്. പുതിയ അബായ, പുതിയ ചെരുപ്പ്, അത്തരം പൂശി, കൂടെ കയ്യിലൊരു കവറും, കൂട്ടുകാരികളുമൊത്ത് പോകും മദ്രസയിലേക്ക്. നബിദിനം പിന്നെ മൗലൂദും കഴിഞ്ഞ് പിന്നെ കവറ് നിറയെ ഒരുപാട് മിഠായികളും സാധനങ്ങളും കിട്ടിക്കഴിഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. മദ്രസയിൽ ഞങ്ങൾക്കുള്ള ഫുഡും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാണ് പരിപാടി. ഞങ്ങൾ കൂട്ടുകാരികൾ ഒരു ഗേങ്ങായ ഒരു സൈഡിൽ വർത്തമാനം പറഞ്ഞാൽ തീരില്ല. സൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉസ്താദ് അവിടെ നിന്ന് വിളിച്ച് പറയും, ആ പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന സൗണ്ട്. അത് കേട്ട എല്ലാവരും പിന്നെ നിശബ്ദം. അറബനില കഥകളിലെ പാതിരനൂറു തെളിഞ്ഞ ഇത് നബിദിനത്തിന് കിട്ടിയ സാധനങ്ങൾ പങ്കുവെക്കലാണ്. എല്ലാവരും ആകാംക്ഷയോട് കൂടി ഇരിക്കുക എന്തൊക്കെയോ ഉണ്ടെന്ന് കൈയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവും പേടിയുമായിരുന്നു ചെറുസ്താദിന്. ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് വീട് മാറി ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് അറബി അക്ഷരങ്ങളോ അറബി വായിക്കാനോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ചെറുസ്താദ് അതെല്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി അറബി വായിക്കാനും ഓതാനും ഞാൻ പഠിച്ചു. പരിപാടിയെല്ലാം കഴിഞ്ഞ് സമ്മാനദാനം. ആൺകുട്ടികൾക്ക് മാത്രം സ്റ്റേജിൽ അന്ന് തന്നെ സമ്മാനം കൊടുക്കും. ഉസ്താദ് വിളിച്ചു പറയും, പെൺകുട്ടികൾക്കുള്ള സമ്മാനം മദ്രസയിൽ വെച്ച് തരാമെന്ന്. എന്നാൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച എൻ്റെ മദ്രസയിലേക്ക് നബിദിന പരിപാടി കാണാൻ പോകുന്നത്. ഞാൻ പഠിച്ച എൻ്റെ മദ്രസയും പോയിരുന്ന വഴികളും എല്ലാം വീണ്ടും കണ്ടപ്പോൾ ഒരിക്കൽ കൂടി ആ മദ്രസ കാലം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങളെ പഠിപ്പിച്ച ചെറുസ്താദ് മരണപ്പെട്ടിട്ട് 3 വർഷം. ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ ഞങ്ങളുടെ ഉസ്താദിനെ ഓർക്കുന്നു. നിങ്ങൾക്കും ഇതുപോലൊരു മദ്രസക്കാലം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസ് കാണാം. താങ്ക് യു.